അടുത്തതായിട്ട് ഷോൾഡർ റൊട്ടേഷൻ പ്രാക്ടീസാണ്. കൈ രണ്ടും നിവർത്തി വയ്ക്കുക. സ്ട്രെച്ച് യുവർ ബോത്ത് ഹാൻഡ്. ദെൻ പോയിൻറ്റ് യുവർ ഫിംഗർ ഓൺ ദ ഷോൾഡർ. കൈയുടെ രണ്ട് വിരലുകളും ഷോൾഡറിലേക്ക് പോയിൻ്റ് ചെയ്തതിന് ശേഷം ഇൻഹെയിൽ ചെയ്ത് നേരെ കൈ ബാക്കോട്ട് കൊണ്ടുപോയി എൽബോ ജോയിൻ ചെയ്ത് നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ആക്കി റൊട്ടേറ്റ് ചെയ്യുക. കൈ നേരെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. ചെവിയോട് ചേർത്ത് മൂക്കിന് ഫ്രണ്ടിലായിട്ട് എൽബോ ജോയിൻ ചെയ്ത് നേരെ ബാക്കോട്ട് കൊണ്ടുപോവുക. ഇൻഹെയിൽ ചെയ്ത് എക്സേൽ ചെയ്യുമ്പോഴാണ് താഴോട്ടേക്ക് കൈ കൊണ്ടുപോകേണ്ടത്. ഇൻഹെയിൽ ചെയ്ത് എക്സേൽ ചെയ്ത് നേരെ താഴോട്ട് കൊണ്ടുപോകാം. ഇനി ഒറ്റ കൈ വെച്ച് നോക്കാം. ഇൻഹെയിൽ ചെയ്ത് കൈ നന്നായിട്ട് ചെവിയോട് ചേർത്തിട്ട് നോക്കൂ. ചെസ്റ്റും എൽബോയും പാരലായിട്ട് വരണം. ചെവിയോട് കൈ ചേർത്ത് കൊണ്ടുവരണം. മൂക്കിന് സെൻട്രലായിട്ടാണ് എൽബോ ജോയിൻ ചെയ്യേണ്ടത്. മൂക്കിന് പാരലായിട്ട് വരണം. നേരെ എക്സെയിൽ ചെയ്ത് ഈക്വലായിട്ട് വരണം. ചെസ്റ്റിന് ഔട്ട് സൈഡോ ഇൻസൈഡോ പോകാൻ പാടില്ല. നേരെ റൊട്ടേറ്റ് ചെയ്യുക. ഷോൾഡർ ഇഷ്യൂ ഉള്ളവർക്ക് ഏറ്റവും നല്ല പ്രാക്ടീസാണ്. ഷോൾഡർ സ്റ്റിഫ്നെസ് ഉള്ളവർക്ക് ഏറ്റവും നല്ല പ്രാക്ടീസാണ്. ഇനി റിവേഴ്സ് നമുക്ക് നോക്കാം. നേരെ ഇതുപോലെ ഇൻഹെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്യുമ്പോൾ താഴോട്ട്. മുന്നോട്ട് ചെയ്ത അതേ പ്രാക്ടീസ് തന്നെ റിവേഴ്സും ചെയ്യാൻ ശ്രമിക്കുക. മുന്നോട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രാക്ടീസ് പിന്നോട്ടും പിറകിലോട്ടും റിവേഴ്സും ചെയ്തിരിക്കണം. ഇനി രണ്ട് കൈ കൊണ്ടും റിവേഴ്സ് ശ്രദ്ധിച്ചോളൂ. നേരെ കൊണ്ടുപോവുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇൻഹെയിൽ, ചെസ്റ്റ് റിലീസ് ചെയ്തിട്ട് എക്സെയിൽ. പതുക്കെ ചെയ്യാം. കുറച്ച് പ്രാക്ടീസായി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചെയ്യാം. ഒരു കുഴപ്പമില്ല. മാക്സിമം സ്പീഡ് എടുത്ത് ചെയ്യുന്നതിലും ഒരു തെറ്റുമില്ല. നേരെ ചെയ്ത് ഫ്രണ്ടിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സും ഒരു റൗണ്ട് കൂടെ ചെയ്യാം. ഇങ്ങനെ 2 or 3 റൗണ്ട് നമുക്ക് ആവർത്തിക്കാം. ഷോൾഡറിൽ പെയിൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ റിലാക്സ് ചെയ്ത് കൈ നേരെ നിവർത്തി വെച്ചിട്ട് മുട്ടിലേക്കോ തുടയിലേക്കോ എവിടെയാണോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത് അവിടത്തേക്ക് കൈവച്ച് സാവധാനം ചെസ്റ്റിലും ഷോൾഡറിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വിശ്രമിക്കുക.